കോളിംഗ് ബെൽ വലിയ ശബ്ദത്തിൽ മുഴങ്ങുന്ന കേട്ട് അടുക്കളയിൽ ഇറച്ചി നുറുക്കിക്കൊണ്ടിരുന്ന ലിസിയുടെ ശ്രദ്ധയൊന്ന് പാളി. കയ്യിൽ നിന്ന് ചോര പൊടിയുന്ന ഒരു നീറ്റലോട് അവൾ അറിഞ്ഞു. അവൾ കൈയൊന്ന് കഴുകി നെറ്റിയിൽ തുടച്ചിട്ട് അവൾ മുന്നോട്ട് നടക്കാനാഞ്ഞതും വീണ്ടും കോളിംഗ് ബെല്ല് മുഴങ്ങി. നല്ലൊരു ഞായറാഴ്ചയായിട്ട് ആരാണ് വിരുന്നുകാരെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ വാതിൽക്കിലേക്ക് നടന്നു. അപ്പോഴും അവളുടെ കയ്യിൽ നിന്ന് ചെറുതായി ചോര പൊടിഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ബെല്ല് മുഴങ്ങുന്നതിന് മുമ്പ് അവൾ വാതിൽ തുറന്നു. ഞാൻ മനോജ്, ഇതെന്റെ ഭാര്യ ശ്രീജ. ജോയില്ലേ? ലിസി എന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പേ തന്നെ പുറത്തുനിന്നവർ സ്വയം പരിചയപ്പെടുത്തി. അവരെ കണ്ട് പരിചയമുണ്ടായിരുന്നു ലിസിക്ക്. അധികം അകലെയല്ലാതെ എവിടെയാണ് താമസിയെന്നും അറിയാമായിരുന്നു. അവരകത്തേക്ക് ഇരുത്തിയ ശേഷം ലിസി ബെഡ്റൂമിലേക്ക് പോയി. അവിടെ ജോയിക്കും മക്കൾക്കും ഇനിയും നേരം വെളുത്തിട്ടില്ലായിരുന്നു. ലിസി ജോയിയെ വിളിച്ചുണർത്തി കാര്യം പറഞ്ഞപ്പോൾ അയാൾ ലിസിയെ തുറിച്ചു നോക്കി. ജോയിക്കും വലിയ അടുപ്പൊന്നും ഇല്ലായിരുന്നു മനോജുമായി. അയാൾ പതിയെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. ആ മനോജോ, എന്താണ് രാവിലെ തന്നെ? ജോയി ഒന്ന് ഫ്രഷായി എന്ന് വരുത്തി ഹാളിലേക്ക് വന്നു. ജോയി, അത് എന്താണെന്ന് വെച്ചാ... മനോജ് വിക്കി വിക്കി പറഞ്ഞു. ലിസി ഇവർക്ക് ചായ കൊടുത്തോ? ജോയി പെട്ടെന്ന് ചോദിച്ചു. ലിസി ഇപ്പോൾ എടുക്കാമെന്ന ഹോട്ടലകത്തേക്ക് കയറിപ്പോയി. ജോയി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ... അല്ല, മറിയാമ്മച്ചിന്തിയെ? മനോജ് വീണ്ടും ജോയിയുടെ BP കൂട്ടി. അത് അമ്മ... ജോയി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ മറിയാമ്മ വാതിലിൽ പ്രത്യക്ഷപ്പെട്ടു. മനോജിന്റെ മുഖത്തെ അതേ ജാളിത അമ്മയുടെയും മുഖത്ത് ജോയി കണ്ടു. അതെ, ഞങ്ങളൊരു കല്യാണാലോചനയായിട്ട് വന്നാ. അവസാനം മനോജ് കാര്യത്തിലേക്ക് കടന്നു. പക്ഷെ അത് ജോയിയുടെ ടെൻഷൻ കൂട്ടുകയാണ് ചെയ്ത്. അകത്ത് കിടന്നുറങ്ങുന്ന 8ാം ക്ലാസ്സുകാരിയായ മകളുടെ മുഖം അയാളുടെ മനസ്സിൽ തെളിഞ്ഞു. കല്യാണാലോചനയോ? എന്ത് ഈ പറയുന്ന ആർക്കാ? ജോയിയുടെ വാക്കിൽ ആശങ്ക പടർന്നിരുന്നു. ജോയി, നീ ഇതെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. ഇവളൊന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനും ആദ്യം ഇവളോടും അച്ഛനോടും കയർക്കുകയാണ് ചെയ്ത്. പക്ഷെ അച്ഛനും മറിയാമ്മച്ചിയും വളരെ സ്ട്രോങ് ആണെന്ന് കണ്ടപ്പോൾ മനോജ് മറിയാമ്മച്ചിയെ നോക്കിയാണ് പറഞ്ഞത്. മറിയാമ്മ തലകുനിച്ച് നിൽക്കുകയായിരുന്നു. അമ്പരപ്പൂണ്ട് ജോയി ഇരുന്നിടത്ത് എഴുന്നേറ്റ് പോയി. പെട്ടെന്ന് പുറകിൽ നിന്ന് ശബ്ദം കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി. ലിസി ചായ ട്രെയുമായി നിന്ന് വിറക്കുന്നു. ജോയി ഒന്നുകൂടി ഉറപ്പുവരുത്താനെന്ന മട്ടിൽ മനോജിനെ നോക്കി. അയാൾ അതേന്ന് തലയാട്ടി. ജോയി കാറ്റുപോയ ബലൂൺ പോലെ സെറ്റിയിലേക്ക് തന്നെ ചാഞ്ഞു. ജോയ്, നീ എന്നെ ചീത്ത പറഞ്ഞു. എന്നാലും കാര്യമായിട്ടൊന്ന് ആലോചിക്കണം. ഇത്രയും പ്രായമുള്ളതൊക്കെ ചത്തുകളിന്നൊക്കെ വാശി പിടിച്ചാ... നിസ്സായത മുഴുവൻ മനോജിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. ജോയി അമ്മയെയും മാറിയിട്ട് തൂക്കിയിരിക്കുന്ന അപ്പന്റെ ഫോട്ടോയെയും മാറി മാറി നോക്കി. തലകുനിച്ചിരിക്കുകയായിരുന്ന മറിയാമ്മ പെട്ടെന്ന് തല ഉയർത്തി. എനിക്കൊന്ന് ആലോചിക്കണം. മറിയാമ്മ എന്തോ പറയാൻ വരുന്ന പോലെ തോന്നിയ ജോയി പെട്ടെന്ന് പറഞ്ഞു. മതി, നന്നായിട്ട് ആലോചിച്ചിട്ട് മതി. ഒരു പിടിവള്ളി കിട്ടിയ പോലെ മനോജും ഭാര്യയും കൊണ്ടുവന്ന ചായ പോലും കുടിക്കാതെ പടിയിറങ്ങിപ്പോകുന്ന കണ്ടപ്പോൾ വല്ലാത്തൊരു ആശ്വാസമാണ് ജോയിക്ക് തോന്നിയത്. അയാൾ തിരിഞ്ഞ് അമ്മയെ നോക്കി. അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അയാൾ ആരിൽ നിന്നോ കേട്ട പഴയ കാര്യം ഓർമ്മ വന്നു. അമ്മയ്ക്ക് പഠിക്കുന്ന കാലത്ത് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെന്നും കാരണന്മാരത് മുളയിലേന്ന് ഉള്ളിയെന്നൊക്കെ. എന്നാൽ ഇത്രയും കാലമില്ലാത്ത ചിന്ത ഇപ്പൊ പെട്ടെന്നെങ്ങനെ? അയാളുടെ ഭാര്യ മരിച്ചിട്ട് തന്നെ കാലത്രയായി. ലിസി വിരുന്നുകാർക്ക് വേണ്ടി കൊണ്ടുവന്ന ചായ ഊതി കുടിച്ചുകൊണ്ട് ജോയി ചോദിച്ചു. അതാ എനിക്കും മനസ്സിലാവാത്തത്. ലിസി പെട്ടെന്ന് പറഞ്ഞു നിർത്തി പരിങ്ങി ജോയിയെ നോക്കി. അത് അമ്മച്ചി... ലിസി വിക്കി പറഞ്ഞു. എന്താണെങ്കിലും പറഞ്ഞു തോൽക്കടി, മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാതെ. അത് 2 ആഴ്ചയായിരുന്നു നിങ്ങളിവിടെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ കുറച്ചാളുകളിവിടെ വന്നിരുന്നു. നമ്മുടെ ദേവസ്യാച്ചനും രാഘവ മാസ്റ്ററൊക്കെ. അവർ 60 വയസ്സ് കഴിഞ്ഞ് ഇവിടെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ പോകുന്നത് പറഞ്ഞു. കൂട്ടായ്മയോ? പെട്ടെന്ന് ജോയി ഇടക്കേറി. അതെ, ഈ പ്രായമായിട്ട് ഒത്തുചേലെന്നാണ് പറഞ്ഞ്. ഞായറാഴ്ചയായിരുന്നു അത്. എന്നിട്ട് അമ്മ പോയോ? പോയി. പിന്നെ അതിനുശേഷം അമ്മച്ചിയുടെ പള്ളിയിൽ പോക്ക് കൂടിയെന്നൊരു സംശയം. ലിസി തലതാഴ്ത്തിയാണ് പറഞ്ഞു. ജോയിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആ വിവരങ്ങൾ ധാരാളമായിരുന്നു. അല്ല, നിങ്ങൾ എന്നിട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ലിസി പെട്ടെന്ന് ചോദിച്ചു. എടി, അതപ്പോ... പറഞ്ഞു തുടങ്ങിയ ജോയി തങ്ങൾ തന്നെ നോക്കിക്കുന്ന അമ്മയെ കണ്ട് പെട്ടെന്ന് നിർത്തി. അവർ ജോയിയെ തന്നെ നോക്കിയെന്നല്ലാതെ അവരൊന്നും പറഞ്ഞില്ല. പക്ഷെ ആ മുഖത്ത് ഒരു ഉറച്ച തീരുമാനം അവർ കണ്ടു. അതിന് വഴങ്ങിയേ തങ്ങൾക്ക് നിവൃത്തിയുള്ളൂ എന്ന് അവർക്ക് തോന്നി. മണിക്കൂറുകൾക്ക് ശേഷം കോളിംഗ് ബെല്ല് മുഴങ്ങുമ്പോൾ ജോയിയുടെ വീടിന്റെ അന്തരീക്ഷമായി കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയായിരുന്നു. നുറുക്കി വെച്ച ഇറച്ചി അതുപോലെ തന്നെ ഇരിക്കുകയാണ്. പിള്ളേരുമായി പള്ളിയിൽ പോകാൻ തുനിഞ്ഞ മറിയാമ്മയെ ജോയി തടഞ്ഞ് പപ്പയ്ക്ക് ഇത് എന്തു പറ്റിയെന്ന് ചോദിച്ച മകളോട് അയാൾ കയർത്തു. അങ്ങനെ ജോയി ആകെ ചൂട് പിടിച്ചിരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് ശബ്ദിച്ച് വാതിൽ തുറക്കാൻ മുന്നോട്ട് വന്ന ലിസി അയാൾ തടഞ്ഞു. വാതിൽ തുറന്ന ജോയി കണ്ടത് ദേവസ്യാച്ചനെയും രാഘവ മാസ്റ്ററെയും വേറെ 2 പേരെയുമാണ്. അവരെ കണ്ടതോടെ ജോയിയുടെ മുഖം കൂടുതൽ ഇരുണ്ടു. ജോയി, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ... ഹാളിൽ നിന്ന് കുറച്ച് സമയത്തിന് ശേഷമാണ് മാസ്റ്റർ തുടക്കമിട്ട്. പറഞ്ഞു വിഷമിക്കേണ്ട മാസ്റ്ററെ, പറയാൻ വന്ന കാര്യങ്ങൾ എനിക്കറിയാം. ജോയി അല്പം പരിഹാസച്ചുവയോടെ പറഞ്ഞു. എടാ, അതിപ്പോ കാലമൊക്കെ മാറിയില്ലേ? നീ നല്ലപോലെ ആലോചിക്കുക. പിന്നെ അവരൊറ്റയ്ക്ക് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതിനേക്കാൾ നല്ലതല്ലേ? ദേവസിയുടെ വാക്കുകളിൽ ഒരു താക്കീതിന്റെ സ്വരമുണ്ടോ എന്ന് ജോയി സംശയിച്ചു. സ്വന്തം കുടുംബത്തിൽ നടക്കുമ്പോൾ ഇതുപോലൊക്കെ തന്നെ പറയണം. അയാൾ പിറുവിറുത്തു. ഞാൻ ഇതും പറഞ്ഞു വന്നൊരു കുട്ടിയോട് കുറേ സമയം ചോദിച്ചിരുന്നു. കാര്യങ്ങൾ ഞാൻ അവരോട് പറഞ്ഞോളാം. ജോയി വെട്ടിത്തുറന്ന് പറഞ്ഞു. മതി, അത് മതി. ജോയിയുടെ സ്ഥലം കിടക്കുന്നുണ്ട്. വന്നവർ പെട്ടെന്ന് എഴുന്നേറ്റ് സ്ഥലം വിട്ടു. വന്നവർ പോയി എന്ന് ഉറപ്പിച്ച ശേഷം തിരിഞ്ഞടക്കാൻ തുനിഞ്ഞ ജോയി അമ്മയെ കണ്ട് പെട്ടെന്ന് നിന്നു. അല്ല, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ഒന്ന് കരുതിയിരിക്കാനാ.
ജോയിയുടെ സ്വരത്തിൽ ദേഷ്യം കളഞ്ഞു നിന്നു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. മറിയാമ്മ ഒട്ടും പതരാതെ പറഞ്ഞു. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അമ്മയുടെ കൂടെ തീരുമാനമല്ലേ? അതെ. മറിയാമ്മയുടെ കൂസലില്ലായ്മ കണ്ട് ജോയിന്ന് പകച്ചുപോയി. അമ്മ ഇത് എന്ത് ഭാവിച്ചാ? ഇത് നാലാളറിഞ്ഞ എനിക്ക് 2 പെൺമക്കളാ. അവരുടെ ഭാവി, കല്യാണം, എല്ലാത്തിനും ഇത് ബാധിക്കും. ജോയി രോഷം കൊണ്ട് വിറച്ചു. ഓ, എന്നെ കെട്ടാൻ വരുന്നവന് ഞാനതൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. അല്ലെങ്കിൽ തന്നെ ഈ കല്യാണം എന്ന സെറ്റപ്പിനോട് എനിക്കത്ര താല്പര്യമില്ല. പിന്നെ പപ്പയും അമ്മയും നിർബന്ധിച്ചാ. പുതിയൊരു ശബ്ദം കേട്ട് ജോയി ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. മകൾ അമ്മയോടൊപ്പം ഒരു കള്ളച്ചിരിയോടെ നിൽക്കുന്നു. നീയാണോടി വലിയമ്മച്ചിക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത്? മറ്റേ വീക്ക് വെച്ചതാണുണ്ടല്ലോ. ഏയ് അല്ല, ഞാനല്ല. ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. പിന്നെ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കുന്നല്ലേ, അതിൻ്റെ ഒരു ഇത്. മകൾ പറഞ്ഞു തീർന്നു. ജോയി മകളുടെ നേർക്ക് കയ്യോങ്ങി. മൊട്ടയൊന്നും വിരിഞ്ഞിട്ടില്ല, അപ്പോഴേ തുടങ്ങി ഫിലോസഫി. ഓടിയകത്ത്. ജോയി പറഞ്ഞിരുന്നതിന് മുമ്പ് മകൾ അപ്രത്യക്ഷമായിരുന്നു. നീ എന്നോടുള്ള ദേഷ്യം വെറുതെ അവളോട് തീർക്കണ്ട. അമ്മയ്ക്ക് ഇവിടെ എന്തിൻ്റെ കുറവാ? ഞങ്ങളാരും അമ്മയെ നോക്കുന്നില്ലേ? എന്താ അമ്മയുടെ പ്രശ്നം? ജോയി പൊട്ടിത്തെറിക്കുകയായിരുന്നു. പെട്ടെന്ന് ലിസി അയാളുടെ കയ്യിൽ പിടിച്ചു. സ്ഥലകാലബോധം വന്ന പോലെ അയാളൊന്ന് അടങ്ങി. മോനെ, എനിക്കിവിടെ എന്ത് കുറവാ? ഒരു കുറവുമില്ല. നീ ഇവിടെ എന്നെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു കൂട്ട്, അതെന്ന് എനിക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. ലിസിയെ നോക്കിയാണ് മറിയാമ്മ അത് പറഞ്ഞ്. മോ വിഷമിക്കേണ്ട. നീ പറഞ്ഞ പോലെ നമുക്ക് 2 പെൺകുട്ടികളാ. ഞാനത് ഓർക്കണമായിരുന്നു. സാരല്ല, ഞാൻ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാം. നിനക്ക് വിഷമമുള്ളതൊന്നും അമ്മ ചെയ്യില്ല. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തിരിഞ്ഞടന്നു തുടങ്ങി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന ജോയി കണ്ടു. നിങ്ങൾ അമ്മയോട് അങ്ങനെയൊന്നും പറയരുതായിരുന്നു. അമ്മയ്ക്ക് നല്ല വിഷമായി. കുറച്ചു നേരം കഴിഞ്ഞ് അയാൾ ചോദിച്ച വെള്ളവുമായി വന്ന് ലിസി പറഞ്ഞു. ജോയി ലിസിയെ ഒന്ന് നോക്കുക മാത്രമേ ചെയ്തുള്ളൂ. അല്ല, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കൊന്ന് ആലോചിച്ച്. ലിസി നിന്ന് പരിങ്ങി. ജോയി അവളെ രൂക്ഷമായി നോക്കി. കെട്ടിയോളും മറുഭാഗം ചാടിയിരിക്കുന്നു. കുടുംബത്തിൽ ഒറ്റപ്പെടുന്നതായി തോന്നി ജോയിക്ക്. അയാൾ വെള്ളം ഒറ്റവലിക്ക് കുടിച്ചിട്ട് പുറത്തേക്ക് നടന്നു. വലിമിച്ചെന്ന് എഴുന്നേൽക്ക്. കൊച്ചുമോൾ മറിയാമ്മയെ പിടിച്ചു വിളിക്കി. മറിയാമ്മ അത് കാര്യമാക്കാതെ തിരിഞ്ഞിടുന്നു. മറിയാമ്മേ, ബോസ് കാണിക്കാതെ എഴുന്നേറ്റേ. കുറച്ചുപേര് കാണാൻ വന്നിരിക്കുന്നു. കൊച്ചുമകൾ മറിയാമ്മയെ പിടിച്ച് തിരിച്ചെടുത്തി. എനിക്കാരെയും കാണണ്ട. മറിയാമ്മ വീണ്ടും തിരിഞ്ഞിടുന്നു. മനോജെങ്കിലും ആ മാസ്റ്ററും ദേവസേച്ചനൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. വലിയമ്മച്ചിയെ കെട്ടിച്ചുവിടാൻ തീരുമാനമായി എന്നാ തോന്നുന്നത്. മറിയാമ്മ അനങ്ങിയതേയില്ല. പിന്നെ മനോജെങ്കിലും ആ വല്യപ്പച്ചനും വന്നിട്ടുണ്ട്. അതുവരെ തിരിഞ്ഞിടുന്ന മറിയാമ്മ പെട്ടെന്ന് എഴുന്നേറ്റു. ഒന്ന് തെളിഞ്ഞവരുടെ മുഖം വീണ്ടും വോൾട്ടേജ് പോയ ബൾബ് പോലെയായി. ജോയി. മറിയാമ്മ കൊച്ചുമകളുടെ മുഖത്തേക്ക് നിരാശയോടെ നോക്കി. പപ്പയെ അവരെ കൂട്ടിയിട്ട് വന്ന്. പപ്പയുടെ ദേഷ്യമൊക്കെ മാറി. അത് കേട്ടപ്പോൾ മറിയാമ്മ കിടക്കയിൽ നിന്ന് ചാടി എണീറ്റു. മുഖമൊന്ന് കഴുകി കുറച്ച് മേക്കപ്പ് ഇട്ട് വന്നോളൂ കേട്ടോ. ഒരു പെണ്ണ് കാണലാണ് നടക്കാൻ പോകുന്നത്. കൊച്ചുമകളുടെ കളിയാക്കൽ മറിയാമ്മ കേട്ടില്ല. ആ പ്രായത്തിലും അവരുടെ മനസ്സും ശരീരവും പൂത്തുലയുകയായിരുന്നു.